ലച്ചു ലച്ചുവേ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിക്ക്. കേശുവേ എല്ലാം കൂടി എവിടെ പോയി? എന്താ അമ്മ? എവിടെ പോയതാ? ഞങ്ങൾ രാവിലെ നടക്കാൻ പോയതാ. മോർണിംഗ് വാക്ക്. എവിടെ നടക്കാൻ പോയി? വീടിന് മുറ്റത്ത് തന്നെ. വേറെ എവിടെ പോയി? ചായ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കുടിക്ക്. ലച്ചു തല്ല, ഞാൻ വരാതിരിക്കുന്നു. വേണമെങ്കിൽ എടുത്ത് കുടിക്കട്ടാ, എനിക്കാരെയും കൊഞ്ചിക്കാരൊന്നും സമയമൊന്നുമില്ല. ഇവിടെ കിടന്ന് കറങ്ങണേ, പോയി കുടിച്ചൂടെ അവിടെ? ഞാനിനി എന്റെ ബെഡ്ഷീറ്റും തുണിയും മാത്രമേ കഴുകണുള്ളൂ. മറ്റുള്ളവരുടെ തുണി കഴുകണേന് എനിക്ക് ആരും ശമ്പളമൊന്നും തരണമൊന്നുമില്ല. നിങ്ങളുടെ തുണിയൊക്കെ നിങ്ങൾ തന്നെ അങ്ങ് കഴുകി വെച്ചാൽ മതി. അതിനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എന്തിനാ വെറുതെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടണേ? ഞാൻ എൻ്റെ സ്വത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രമേ ജീവിക്കുള്ളൂ. ഭാരം ചുമക്കാം, എത്ര വേണമെങ്കിലും ഭാരം ചുമക്കാം. കഴുതായി പോയില്ലേ, ചുമക്കാണ്ടിരിക്കാൻ പറ്റുമോ? പക്ഷെ യജമാനിന് താല്പര്യം പിന്നെ ഞാനെന്തിനാണ് കഷ്ടപ്പെടണേ? കൂട്ടും കൂടി പേത്തണയും കുടിച്ച് നടക്കാൻ താല്പര്യമെങ്കിൽ പിന്നെ അങ്ങനെ നടന്നൂടെ? എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കണേ? ഇന്നാളിലൂടെ ഇത്ര കൊല്ലം ജീവിക്കാന്നും പറഞ്ഞ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതാരെടുക്കും? ഞാൻ കഴുകി വെച്ചോളാം. ആ പിന്നൊരു കാര്യം, രാവിലെ വിശക്കണമെന്നും പറഞ്ഞ ആരും ബഹളമൊന്നും വെക്കാൻ നിൽക്കണ്ട. എനിക്ക് തോന്നുമ്പോ എന്തേലും ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചാൽ മതി. എന്നിട്ടേ എന്നാ പിന്നെ നോക്കണേ. ഒന്നുമില്ല. ഈ അച്ഛൻ കാരണം 8ന്റെ പണി കിട്ടുന്നത് നമുക്കാ. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. പ്രശ്നം വഷളാക്കണ്ട, അച്ഛനറിയാതെ കുടിച്ചു പോയതല്ലേ. എന്തായാലും ഞാൻ ഇനി അച്ഛനോട് സംസാരിക്കാൻ പോകുന്നില്ല. സപ്പോർട്ട് ചെയ്ത് ഞാൻ മടുത്ത്. അല്ലെങ്കിൽ തന്നെ അച്ഛനെ വഷളാക്കുന്നത് ഞാനാന്ന് അവരെല്ലാവരും പറയുന്നത്. നമ്മളില്ലേ, വിട്ടേക്ക്. ലച്ചു ലച്ചുവേ, ആ പാത്രം കഴി വെക്ക്. ആ പാത്രം കഴി വെക്ക്. എന്തായാലും 2 ദിവസം ഞാൻ പോയി വീട്ടിൽ നിൽക്കാൻ പോവാ. വരണമെന്നുള്ളവർക്ക് വരാം. ഇങ്ങനെ തീരുമാനം? ആ എനിക്ക് അങ്ങനെ തോന്നി. പാത്രം ഉണ്ടോ കഴുകാൻ? അമ്മ എന്ത് കരയണേ? എന്റെ അമ്മ അച്ഛനൊരു അബദ്ധം പറ്റിയതല്ലേ. അച്ഛൻ എപ്പോഴൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. കരയല്ലേ? അച്ഛന് പറ്റണ എല്ലാ അബദ്ധവും അമ്മക്ക് പറ്റണയൊക്കെ തെറ്റും. നോക്കിക്കോ, എല്ലാത്തിനും ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അച്ഛനാ? നോക്കട്ടെ. അച്ഛാ, അച്ഛാ ഞാൻ അടുക്കളയില് ഇല്ല. അത് ശബ്ദം ജലദോഷം ഉണ്ടായിട്ടാ. 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഹേയ് ഇല്ലച്ചാ, വരും. വാച്ചാ, എപ്പോഴാ വരണേ? അച്ഛൻ വിളിച്ചിട്ട് വരുമോ? അയ്യോ അതല്ല. ശരി ശരി അച്ഛാ, ശരി. എന്താ അമ്മേ? അപ്പൂപ്പൻ ഇങ്ങോട്ട് വരണെന്ന്. അടിപൊളി. അടിപൊളി. അപ്പൂപ്പൻ കൊണ്ട് വന്നാൽ എല്ലാം കൂടെ അടിച്ച് പൊളിക്കും. അടങ്ങിയിരുന്നോ? അമ്മ അപ്പൂപ്പൻ എപ്പോ വരും എന്നാ പറഞ്ഞേ? അതൊന്നും പറഞ്ഞില്ല. എപ്പോഴെങ്കിലും കയറി വരാം. അപ്പൂപ്പൻ്റെ കാര്യമല്ലേ. എപ്പോ വരും, വിളിച്ചിട്ട് വരണേന്നൊക്കെ പറഞ്ഞാൽ തീർന്നു. അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അച്ഛൻ പറയുന്ന പോലെ അപ്പൂപ്പൻ അമ്പിനും വില്ലിനും അടുക്കത്തില്ലല്ലേ? എല്ലാം അടുപ്പിക്കാനുണ്ട്. അപ്പൂപ്പൻ ഇങ്ങോട്ട് വരട്ടെ. ചില കാര്യങ്ങളൊക്കെ അപ്പൂപ്പനെ അറിയിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ. അമ്മ ഇവിടുത്തെ കാര്യമൊന്നും അപ്പൂപ്പന്റെ അടുത്ത് പറയണ്ടോ. അപ്പൂപ്പന്റെ ദേഷ്യം കണ്ട് എനിക്ക് പേടിയോ. എന്തൊരു ദേഷ്യ. അച്ഛനിങ്ങ് വരട്ടെ, എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്തായാലും ഞാൻ അച്ഛനോട് 2 ദിവസം പോയി നിൽക്കും. നിങ്ങൾക്ക് വരണമെങ്കിൽ വരാം, എല്ലാത്തരും ഇവിടെ നിന്നോ. അച്ഛന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ച അച്ഛൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കുന്നില്ലെന്ന്. അച്ഛൻ ഞങ്ങളെ നാണം കെടുത്തിയില്ലേ? മുമ്പ് കുടിച്ചപ്പോ ഞങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തല്ലേ ഇനി മേലെ കുടിക്കില്ലെന്ന്. നവാസിന്റെ അടുത്ത് പറഞ്ഞതാണ് വേണ്ട.
മക്കളെ ഇന്നലെ മിക്സിയും കുക്കറൊക്കെ ശരിയായി കൊടുത്തില്ലേ? അതിന്റെ സന്തോഷത്തില് അവന്മാരൊന്ന് കൂടി. അച്ഛൻ വലുതായിട്ടൊന്നും കുടിച്ചില്ല, കുറച്ച് കുടിച്ചോളൂ. സന്തോഷവും കൂടിയപ്പോ ഭാര്യ മക്കളെയൊക്കെ അങ്ങ് മറന്നു അല്ലേ? എന്നാ ജോലി ചെയ്തു, ശമ്പളം കിട്ടി, അത് വീട്ടിൽ കൊണ്ടുവരണോ അത് അലഞ്ഞിരിഞ്ഞ് നടക്കണോ? പറയച്ചാ അല്ലേ? പിന്നെ ചുമ്മാ അച്ഛാ, ഈ ചീത്ത കൂട്ടുകുട്ടികൾ കൂടുന്നത് നല്ലതാണോ? പണിതല്ലേ? ആ നീ വാടാ. ചിലവരുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അമ്മ പറയും പോലെ ഉള്ളിൽ കുറച്ച് സ്നേഹം വേണം, എന്നാലും വല്ലതും കേൾക്കൂ. ഞാൻ പോവാ, നീ വരുന്നുണ്ടെങ്കിൽ വാ. അച്ഛാ, നീ ഒരു കാര്യത്തിൽ ആരും അച്ഛനെ സപ്പോർട്ട് ചെയ്യത്തില്ല, ഞാൻ പോലും. ആ പിന്നെ ഒരു കാര്യം, ഇവിടെ വലിയൊരു ഭൂകമ്പം വരാൻ പോകുന്നു. അച്ഛൻ റെഡി ആയിട്ടിരുന്നോ? അപ്പൂപ്പം വരാൻ പോകുന്നെന്ന്. എന്ത് അപ്പൂപ്പ എപ്പോഴും പറഞ്ഞ? എപ്പം വേണമെങ്കിലും വരാം. പിന്നെ ഒരു കാര്യം, ദയവ് ചെയ്ത് എന്നെ ഒരു കാര്യത്തിലേക്കും വലിച്ചയക്കരുത് പ്ലീസ്. അച്ഛൻ വരാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ നീ പറഞ്ഞേ? അച്ഛൻ മാത്രം വന്നാൽ മതി. എടാ, എൻ്റെ നന്മയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? അപ്പം ഞാൻ എന്ത് തീരുമാനം എടുക്കുന്നോ അതിൽ നിൽക്കണം. ആ അച്ഛൻ വരട്ടെ, നീ വരണ്ട. നിന്നെക്കൊണ്ട് ജോലിയില്ലേ? ജോലി നടക്കട്ടെ. ശരി. ചായ ലച്ചു, പച്ചക്കറി അരിഞ്ഞു നോക്ക്. തോരനുള്ളതാ, പാവയ്ക്ക. ഇപ്പൊ തന്നെ അരിയണോ? വേണ്ട, നാളെ അരിഞ്ഞാൽ മതി. ഇപ്പം തന്നെ അരിയണം. അമ്മേ, കുട്ടമാമൻ വരുന്നോ? ആ കുട്ടമാവനല്ല, അച്ഛനെ വരണേ. എന്തോന്ന് ചൂടുമില്ല അതില്. ഓളയില്ലാത്തത് വാഷ് ബേസിനല്ലേ തുപ്പിയണത്. എവിടെ ട്രാൻസിസ്റ്റർ? എവിടെ ഈ പിള്ളേരുടെ പോയി? കാശുവേ, ശിവ, കാശുവേ, ശിവ, കാശു, എന്താ ഇവിടെ വാടാ. എവിടെയാടാ? എടാ എവിടെയെന്ന്? എടാ മേശപ്പുറത്ത് വെച്ചിരുന്ന ട്രാൻസിസ്റ്റർ എവിടെയെന്ന്? നീ എടുത്താ? നീ ഇവിടെ കൊണ്ട് കളഞ്ഞടാ. എന്താ കുട്ടന്മാരെ പോലെ നോക്കണ? അച്ഛനെ ട്രാൻസാക്ഷനെ എടുത്തില്ല. ഷോ നീ എടുത്തോ? ആർക്ക് വേണം അച്ഛൻ്റെ തുരുമ്പിടിച്ച സാധനം? തുരുമ്പാ അടിച്ച് കാര്യങ്ങളെ ഞാൻ നിന്റെ നാക്ക് കുറച്ച് കൂടണേ. അരിഞ്ഞാൻ അരിഞ്ഞോളെ കേട്ടോ. അതെങ്ങനെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കല്ലേ അവള്. എന്റെ ട്രാൻസിസ്റ്റർ ഇപ്പൊ കിട്ടണം, തൊലച്ചോളെ ഞാൻ. എന്റെ പൊന്നച്ഛ, അച്ഛൻ ഒന്ന് പയ്യെ സംസാരിച്ചൂടെ? അയ്യോ അച്ഛൻ പതുക്കെ സംസാരിക്കാം, കുറച്ചുകൂടെ കഴിയിട്ട്. അപ്പൊ പിന്നെ സംസാരേ കാണൂല കേട്ടാ. അതെ, ഞാൻ ചെയ്യണ തൊഴിലിന് ഒരു മാന്യതയുണ്ട്. അല്ലാതെ ഇവിടെ പാല് കുത്തി കളിച്ചോണ്ട് ഇരിക്കല്ല, ഇവിടെ ചൊറിയും കുത്തി ഇരിക്കല്ല പാലു. എന്നാ ഞാൻ ചെയ്ത ജോലിയിലെ കാശ് എടുത്തോ. പാല് കള്ളു കുടിക്കും, പക്ഷെ വീട്ടിലെത്തിക്കേണ്ടത് വീട്ടിൽ എത്തിക്കും. ആർക്ക് വേണം നിങ്ങളെ കാശ്? ഡേയ് അടുക്കളേ പോ, പിള്ളേരെ അകത്തുവോ. കാശ് വേണ്ടേ? വേണ്ടേടി. എനിക്കറിയാം ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ? നിങ്ങൾ ഈ പൈസ ഇട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? കൊരങ്ങനെ പൂമാലിട്ട് പിച്ചി ചീന്തു, അല്ലാണ്ട് പോലും ചെയ്യാൻ പറ്റുമോ? അതെ, എന്റെ ട്രാൻസിസ്റ്റർ മര്യാദ എന്റെ അച്ഛൻ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ അത് എവിടെ പോയത്? എന്നാ നശിപ്പിക്കാൻ വേണ്ടി കൊറോണത്തിന് വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. എല്ലാം പോട്ട്, എല്ലാം പോട്ട്, എല്ലാം പോട്ട്, പോട്ട് പോട്ട് തൊലച്ചടുക്കി ഞാൻ എല്ലാത്തിനും. കേശു, ഞാൻ 5 സ്റ്റോറീസ് വായിച്ചു. നീ എത്ര എണ്ണം വായിച്ചു? ഞാൻ ആ പടം 2 വായിച്ചുള്ളൂ.
ദേ അവിടെ അച്ഛനെ ഇരിക്കണു. അച്ഛനവിടെ ഇരിക്കട്ടെ, നീ വായിക്കി. ഒന്നുമില്ലടാ, നീ ഇവിടെ ഇരിക്കേ, ഞാൻ അച്ഛൻ്റെ ഒന്ന് പോയിട്ട് വരാം. അച്ഛാ അച്ഛാ, നീ വലിയ ആളി എന്നടേ നീ. എടാ, അച്ഛൻ എന്തെങ്കിലും തെറ്റി പറ്റി കഴിഞ്ഞാൽ നീയെങ്കിലും കൂടെ കാണണ്ടടാ. നീ പതുക്കെ അങ്ങ് ഒഴിവായല്ലേ? അച്ഛൻ ആരും വേണ്ടടാ, അച്ഛൻ ആരും വേണ്ട. കള്ളൻ ഉടനെ എന്റെ വീക്കിനെസ് കയറി പിടിക്കും. നീ പടാ കിണിക്കണ. എന്താ അച്ഛനോട് മണ്ടത്തരം കാണിച്ചോണ്ടല്ലേ അത് നന്നാക്കി സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്തു. പൈസ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്നാൽ പോരായിരുന്നു, എന്തൊരു സന്തോഷമായിരുന്നു തന്നെ. അബദ്ധം പറ്റിപ്പോയടാ. ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയാണ്. ആ നവാസ് എന്നെ പിടിച്ച് ട്രാപ്പിലാക്കിയടാ. എല്ലാം പോട്ടു അച്ഛ. പിന്നെ അച്ഛൻ സൂക്ഷിക്കുന്നത് നല്ലതാ. അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൂപ്പൻ വരുന്നതിൽ അച്ഛന് പേടിയുണ്ടോ? അപ്പൂപ്പൻ വരുന്നതിൽ അച്ഛന് പേടിയുണ്ടോന്ന്? പോടായിരുന്നു അച്ഛൻ എന്തിനാ പഠിക്കണേ? എടാ, നിനക്ക് ഇത്രയും നാളായിട്ട് അച്ഛനെ മനസ്സിലായില്ലേ? ഇടേ നിന്റെ അമ്മ പറയണ്, അയ്യാ എൻ്റെ അച്ഛൻ വരണം, അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഇവിടുന്ന്. അതെ, ഞാൻ നൈസാ പോയിട്ടെ അവളെ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. അച്ഛൻ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ല. ഇവിടെ ഒന്നുമില്ലടാ, നിനക്കെന്ത് പേടി? പോടാ. ഞാൻ അച്ഛനോട് മിണ്ടിന്ന് ഒന്നും പറഞ്ഞല്ലേ? പറയില്ലടേ. എൻ്റെ അമ്മോ, ഇനി വീട്ടിൽ ഇടിയും മിന്നലും പേരാമിയൊക്കെ ആയിരിക്കും. പേരാമിയാ? പേമരി എന്നല്ല, പേമരിയൊക്കെ ആയിരിക്കും. എൻ്റെ ദൈവമേ, എന്തൊക്കെയാവാൻ പോന്നോ എന്തോ. ഞാൻ ഒരു കാര്യം പറയാം. ആരെ വേണോ വിളിച്ച് വരുത്തിക്കോ, ആര് വേണോ വരട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ വരണ ആൾക്കാർ എൻ്റെ അടുത്ത് മാന്യമായിട്ടൊക്കെ പെരുമാറണം. വല്ല തെറ്റ് വല്ല സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ല വിളിച്ച് പറയും. നിങ്ങളോട് ആര് സംസാരിക്കാൻ വരുന്നു? പിന്നെ എൻ്റെ അച്ഛന് കൊതിയല്ലേ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ആൾക്കാർ ഇങ്ങോട്ട് വരും. പിന്നെ അനുസരണയില്ലാത്തവരെ അനുസരിപ്പിക്കാൻ എൻ്റെ അച്ഛനെ നന്നായിട്ടറിയാം. പിന്നെ നിന്റെ അച്ഛൻ ഹൈക്കോടതി ജഡ്ജിയല്ലേ? എൻ്റെ നാട്ടിൽ എൻ്റെ അച്ഛൻ തന്നെ ഹൈക്കോടതി ജഡ്ജിയും ജന്മിയും എല്ലാം. നിങ്ങൾ തമ്പിമാരെല്ലാം തുമ്പികളല്ലേ, തുമ്പികൾ. എടി, ആരാണ് തുമ്പിന്ന് കാണിച്ചു തരാടി? അണ്ട വയസ്സായി മുടി നിറച്ചാലേ ഒരാഴ്ചത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കണം. അല്ല പ്രതാപം കാണിക്കാൻ വന്നിട്ടല്ല. ഞാൻ പ്രായം നോക്കൂല, ഞാൻ അറിയാല്ലേ, എന്റെ സ്വഭാവം അറിയാല്ലേ. ആരെ പേടിപ്പിക്കണേ? ആരെ പേടിപ്പിക്കണേ? എൻ്റെ അച്ഛനിങ്ങോട് വരട്ടെ, കാണിച്ചു തരാം. ഓടും നിങ്ങൾ നെയ്യാറ്റിൻകരയ്ക്ക്. ആരോടോടി? എടി, നല്ല തമ്പി കുടുംബത്തിൽ പറഞ്ഞാണ് ഞാൻ. വെട്ടൊന്ന് തുണ്ടം 100. വെട്ടും കുത്തും കള്ളുകൂടി ആഭാസത്തരോ, ഇതാണല്ലോ നിങ്ങളെ മഹിമ. കുടുംബത്തിനെ പറഞ്ഞോണ്ടല്ല അടിച്ച് കവാല കുറിച്ചളയും. പിന്നെ ദൈതും പെണ്ണുങ്ങളെ തന്നെ. രസം റെഡിയായോ? രസം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവിടെ രസം. രസം. ഇടി, നീയേ നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള വരണമെന്ന് പറഞ്ഞോണ്ട് നീ ഇത്ര എന്തിനടി ഞെളിയണത്? ഞാനും അങ്ങേരെ നോക്കിയിരിക്കാനടി. അയ്യാ, അങ്ങേരെ പ്രതാപം ആൾക്കാരെ പറ്റിച്ച് കുറെ കാശുണ്ടാക്കിയിട്ട് ഞെളിഞ്ഞിടക്കാണ് കള്ളായി. പിന്നെ നിങ്ങളവിടെ കുറെ ഉണ്ടാക്കിയത് എങ്ങനെയാ? എടി, പാരമ്പര്യടി, നല്ല ഒന്നാം തരം പാരമ്പര്യം. എടി, രാജപരമ്പര ജനിച്ചവനാണ്ടി ഞാൻ. പാരമ്പര്യം പോലും പാരമ്പര്യം. നിങ്ങൾക്ക് എന്ത് വിവരമുണ്ട് മനുഷ്യ? നിങ്ങളെ കണ്ടല്ലേ 2 ആമക്കളും പഠിക്കുക. നാളെ വിഷ്ണു കള്ളു കുടിച്ചിട്ട് വന്നാൽ നിങ്ങൾക്ക് വല്ലതും ചോദിക്കാൻ പറ്റുമോ അവൻ്റെ അടുത്ത്? എന്റെ ചെറുക്ക അങ്ങനെ കള്ളൊന്നും കുടിച്ചോണ്ട് വരൂല. വർഷത്തിലോ മാസത്തിലോ ഞാൻ 2 അടിക്കും. അതിനെ നീ പൊക്കി പിടിച്ച് ഇത്രയും വലുതാക്കി എന്തിനടി? എനിക്കറിയാം നിന്റെ അച്ഛൻ കുട്ടമ്പിള്ള വരുമ്പോ വസ്തുവിനെ പറ്റി ഞാൻ കാണൊരു അക്ഷരം ഉണ്ടാൻ പാടില്ല, അതിലടി. പിന്നെ എനിക്ക് കുറച്ച് ഡിമാൻഡുണ്ട്. അത് കുട്ടമ്പിളയ്ക്ക് അംഗീകരിക്കാൻ പറ്റൂലെങ്കിൽ അച്ഛനും മോളും കൂടെ പെട്ടെന്ന് സ്ഥലം വിട്ടവിടും. നമുക്ക് കാണാം ആരാ സ്ഥലം വിടാൻ പോണേന്ന്. എടി, എന്റെ അച്ഛന്റെ പേര് മാധവൻ തമ്പി എന്നാണ്. കുളത്തറ ശൂലംകുടി വീട്ടിൽ മാധവൻ തുമ്പി. കുറ്റമ്പിള്ള. അച്ഛാ, അച്ഛൻ അടുക്കളയിൽ പോയി ഒരു കലക്കിട്ട് വന്നോന്ന് ഞാൻ അറിഞ്ഞു. അധികം ഓവറാക്കണ്ട, അപ്പൂപ്പം വന്നാ പ്രശ്നം ഡബിൾ ആവും. പിന്നെ ഡബിള് നിന്റെ അപ്പൂപ്പ വരട്ടാ. ഞാനും ആഗ്രഹിക്കുകയാണ്, പെട്ടെന്ന് വന്നെങ്കിൽ മതിയായിരുന്നു. വാങ്ങി വച്ചേക്കണേ ഞാൻ. വരട്ട്. അച്ഛാ, ഏതൊരു ഓട്ടോറിക്ഷയുടെ ശബ്ദം, ഞാൻ പോയിട്ട് വരാം.
അപ്പൂപ്പന്റെ മുത്ത്. സാധനങ്ങളെല്ലാം എടുത്തു. എല്ലാം നമ്മുടെ പറമ്പിലുണ്ടായതാ. അപ്പൂപ്പ എന്നെ എടുക്കോ അപ്പൂപ്പ? അച്ഛന് വയ്യാത്തതാണ്. കൈതെല്ലാം എടുത്ത് ഇറക്കിയിട്ടാണ്. നല്ല ചക്ക ആയിരിക്കും. ചക്കയുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ആർത്തി ഉണ്ടോ? എത്രയായിടൂ? 150. വെച്ചോ. ഗുണമുണ്ടാകുന്ന കാശ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാവൂ കേട്ടോ. എടുത്തോ. അയ്യോ, നീ ഇവിടെ പിന്നെ കൊണ്ടുപോവാ. എന്താ പോലും ഒന്നുമില്ല മാമ. മാമ അത് തരണം. ഇതാ കുറച്ച് സാധനം പുറത്തിട്ടുണ്ട്, പോയിടുത്തോട്ടോ. ശരി മാമ. ചെല്ലു വാലു, പെട്ടെന്ന് എടുത്തുണ്ടോ. പടവല നിനക്ക് ഈ കൊച്ചുമക്കളെ കൂട്ടി അങ്ങോട്ടൊന്ന് വന്നുകൂടായിരുന്നോടാ? ഞാൻ എപ്പോഴും വിചാരിക്കും മാമ, പക്ഷെ നീലുവിന് ഭയങ്കര തിരക്ക് ഓഫീസിലാ. ഇല്ലേടേ? മോളെയും മരുമോനെയും കൊച്ചുമക്കളെയും കാണാൻ ഞാൻ ഇങ്ങോട്ട് വരണം അല്ലേ? അങ്ങനെയൊന്നുമില്ല മാമ. മാമ ഇങ്ങോട്ട് വരണാണല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരണേക്കാൾ സന്തോഷമാണല്ലോ ഇങ്ങോട്ട് വരണത്. എങ്ങനെ? ഞങ്ങൾ അങ്ങോട്ട് വരാം മാമ. മക്കള് പരീക്ഷയ്ക്കൊക്കെ ജയിച്ചോ? ഞങ്ങൾ രണ്ടുപേരും ജയിച്ചു. പക്ഷെ ഇവൾക്ക് മാത്രം മാർക്കിൽ ചെറിയൊരു കുറവുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്താ മോളെ അങ്ങനെ? ഇവിടെ ചുമ്മാ പറഞ്ഞാ, എനിക്ക് മാർക്കൊക്കെ ഉണ്ട്. വിഷ്ണുക്കുട്ടൻ ഇവിടെ ചെന്നൈയിൽ. ഉറക്കെ പറയടാ. ചെന്നൈയിൽ. അവന്റെ കാപ്പിരി മുടിയൊക്കെ വെട്ടിയത്? വെട്ടിക്കൊണ്ടിരിക്കണോ മാമ. ഈ മാസം കുറച്ച് ഒതുക്കി വെട്ടാൻ പറഞ്ഞു. നീലു, മാമന് ചായ കൊടുക്ക്. അത് ഞാൻ നോക്കിക്കോളാം. അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛൻ ഒന്ന് അങ്ങോട്ട് വരാവോ? എന്താടി മോള്? ബാച്ചാ, ഞാൻ പറയാം. അച്ഛൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയേ. അച്ഛാ, അത് അച്ഛാ, ബാലേന്ദ്ര